പാലായിൽ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ തന്നെ മത്സരിക്കും. മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ജോസ് കെ മാണി അല്ല, 6 മത്സരിച്ചാലും പാലായിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമെന്നും മാണി സി കാപ്പൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അങ്ങനെ കേൾക്കുന്നുണ്ട്. അദ്ദേഹമായിരിക്കാം സ്ഥാനാർത്ഥി. അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ടൈറ്റ് മത്സരത്തിലേക്ക് വരുമെന്നൊരു പ്രതീതി ഉണ്ടോ? ഇല്ല, ഞാനാ മത്സരിക്കുന്നെങ്കിൽ 20,000 വോട്ട് ജയിക്കും. 20,000. മാണി സി കാപ്പൻ്റെ കണക്കുകളൊക്കെ വളരെ കൃത്യമാണ്. പ്രത്യേകിച്ച് ഈ കണക്കും വളരെ കറക്റ്റായിരിക്കും. കറക്റ്റായിരിക്കും. അതിൻ്റെ കാരണം ഞാൻ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് പാലാ ടൗണിൽ നടക്കുക മാത്രമല്ല, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലേ ഇത്. ഗ്രാമങ്ങളിലെ റോഡുകൾ, ആശുപത്രികൾ, പാലങ്ങൾ, അത് ജനം മനസ്സിലിരിക്കണം. ആ വോട്ടിനും ഈ വോട്ടിനും ഒരു വില തന്നെ. അപ്പം വികസനം ഗ്രാമങ്ങളിലേക്ക് എത്തണം. ഷിനോ ജസ്റ്റി ചേർന്ന വിവരങ്ങളുമായി. ഷിനോ, ഗുഡ് മോർണിംഗ്. മാണി സി കാപ്പൻ വളരെ ആത്മവിശ്വാസത്തിലാണ് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെ പറയുന്നു. ഇനി ജോസ് കെ മാണി അല്ല, 6 മത്സരിച്ചാലും എന്ന്, അല്ലേ? തീർച്ചയായും മോത്തി, വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് മാണി സി കാപ്പൻ വച്ച് പുലർത്തുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ തന്നെ മാണി സി കാപ്പനും UDF ഒക്കെ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. എന്തായാലും പാലായിലെ മത്സര ചിത്രം അത് ഏകദേശം വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ വരുന്നു. LDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി, ഒപ്പം UDF സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ. ഇനി BJPയുടെ സ്ഥാനാർത്ഥി മാത്രമാണ് ആര് എന്ന് സംബന്ധിച്ചാണ് ഒരു വ്യക്തത വരേണ്ടത്. അതിൽ നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഷോൺ ജോർജ് തന്നെയാണ്. പ്രത്യേകിച്ച് ഷോണ് വളരെ കുറച്ച് കാലമായി, കഴിഞ്ഞ കുറേ നാളുകളായി പാലാ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പാലായിൽ ഷോൺ ജോർജിന് വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്. മാത്രമല്ല, ഷോണ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് അത്തരത്തിൽ അത് ഉൾപ്പെട്ട ചില പ്രദേശങ്ങളൊക്കെ തന്നെ ഈ പാലാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ തന്നെ അത്തരത്തിൽ വോട്ടൊക്കെ, വ്യക്തിപരമായുള്ള വോട്ടൊക്കെ തന്നെ BJPക്ക് സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഷോൺ തന്നെ പാലായിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് പാലാ മാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കാലങ്ങളൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മാണി സി കാപ്പൻ വിജയിക്കും 20,000 വോട്ടിന്റെ എന്നത് ഉറപ്പിച്ച് പറയുകയാണ്. ഇപ്പോൾ